നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ SRH തകർത്തിരിക്കുന്നു. 266 റൺസ് എന്ന വമ്പൻ സ്കോറാണ് SRH ഉയർത്തിയത്. അത് പിന്തുടർന്ന DC 199 റൺസിന് ഓൾ ഔട്ടായി. അങ്ങനെ 67 റൺസിന്റെ പടുകൂറ്റൻ തോൽവിയാണ് അവരിപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ വമ്പൻ സ്കോർ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ DC നടത്തിയിട്ടുണ്ടായിരുന്നു. ജെയ്ക്ക് ഫ്രേസർ മക്കൾക്കും അതുപോലെ തന്നെ അഭിഷേക് പോറലും വെടിക്കെട്ട് നടത്തി ചേസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിലും പിന്നാലെ വന്ന സ്റ്റെപ്സ് 10 റൺസുമായിട്ട് മടങ്ങുകയും നായകൻ ഋഷഭ് പന്ത് ഒരു വലിയ സ്കോർ കണക്ട് ചെയ്യുമ്പോൾ വേണ്ട വേഗത്തിൽ അദ്ദേഹത്തിന് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ടൈമിങ് കിട്ടാതെ വലഞ്ഞു പോയി പന്ത്. അവിടെ പൂർണ്ണമായിട്ടും ഡൽഹി കളി കൈവിടുകയായിരുന്നു. സുന്ദരമായിട്ട് ബൗൾ ചെയ്ത SRHന്റെ നടരാജന്റെ കാര്യം എടുത്തു പറയണം. 4 ഓവറുകളിൽ വെറും 19 റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം 4 വിക്കറ്റുകൾ പിഴുതതോടെ DCയുടെ കാര്യം അവിടെ തീരുകയായിരുന്നു. ഏതായാലും 266 എന്ന വലിയ സ്കോർ SRH നേടിയത് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് നടത്തിയ ആ ഒരു കിടിലൻ തുടക്കത്തിന്റെ ബേസിലാണ്. പിന്നീട് ഷഹബാസ് അഹമ്മദിന്റെ അർദ്ധ സെഞ്ചുറിയും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. മറുപടി ബാറ്റിങ്ങില് പ്രത്യേകിച്ചായും ഡേവിഡ് വാർണറും ചേർന്ന് കൊണ്ടുള്ള ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് പ്രത്യേകിച്ചൊന്നും ഡൽഹി ക്യാപിറ്റൽസിന് സമ്മാനിച്ചില്ല. 1 റൺസുമായിട്ട് വാർണർ മടങ്ങി, 16 റൺസുമായിട്ട് പ്രതീക്ഷ മടങ്ങി. എന്നാൽ ജെയ്ക്ക് ഫ്രേസർ മക്കൾക്ക് പൊള്ളിച്ചെടുക്കുന്ന കാഴ്ച. 15 പന്തുകളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയി. ഈ സീസണിൽ ഏറ്റവും വേഗത്തിലുള്ള അർദ്ധ സെഞ്ചുറിയാണത്. 18 പന്തുകളിൽ നിന്ന് 5 ഫോറും 7 സിക്സറും അടക്കം അദ്ദേഹം 65 റൺസ് അടിച്ച് മായങ്ക് മാർക്കണ്ടയുടെ പന്തിൽ എൻട്രി ക്ലാസൻ പിടിച്ചാണ് പുറത്തായത്. അഭിഷേക് പോറലാവട്ടെ 22 പന്തുകളിൽ നിന്ന് 7 ഫോറും 1 സിക്സറും അടക്കം 190 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് 42 റൺസുമായിട്ടാണ് മടങ്ങിയത്. എന്നാൽ വമ്പനടി പ്രതീക്ഷിച്ച ട്രിസ്റ്റൻ സ്റ്റെപ്സ് 11 പന്തിൽ നിന്ന് 10 റൺസ് എടുത്ത് മടങ്ങി. ലളിത് യാദവ് 7 റൺസുമായിട്ട് പോയി. അക്സർ പട്ടേൽ 6 റൺസ്, അൻഡ്രിക് നോർക്കിയ ഡക്ക്, കുൽദീപ് യാദവ് ഡക്ക്. ഇങ്ങനെയായിരുന്നു ഡൽഹി ബാറ്റർമാരുടെ സംഭാവന. എന്നാൽ ഇങ്ങനെ വിക്കറ്റ് വീഴുമ്പോൾ ഒരു ഭാഗത്ത് പന്തുണ്ടായിരുന്നു. പന്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തരത്തിലും ആ ഒരു ടൈമിങ് റൈറ്റ് ആയിട്ട് കിട്ടിയില്ല. അവിടെയാണ് DCയുടെ ചേസിങ്ങിന്റെ മൊമെന്റം നഷ്ടമായത്. എന്തായാലും അവസാനം വരെ പന്ത് നിന്നിട്ട് 35 പന്തിൽ നിന്ന് 5 ഫോറും 1 സിക്സറും അടക്കം 44 റൺസാണ് എടുത്ത് നിതീഷ് കുമാർ റെഡ്ഡി ഒടുവിൽ അദ്ദേഹത്തെ നടരാജന്റെ കൈകളിലേക്ക് എത്തിച്ച് കളി അങ്ങ് അവസാനിപ്പിച്ചു. ഏതായാലും തകർപ്പൻ ജയമാണ് SRH സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.